അതിമഹാകാളൻ വേലയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി തന്നെ ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഈ റൈറ്റ് വിഷൻ എന്ന ന്യൂസ് ചാനലിൻ്റെ ഉത്ഭവത്തിന് അന്തിമാളൻകാവ് വേലയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഏതായാലും ഞാൻ റൈറ്റ് വിഷൻ്റെ ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയും ചേലക്കര പ്രസ് ക്ലബിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും പത്രപ്രവർത്തക അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ഈ വേലയെ സ്നേഹിക്കുന്ന ഭക്തിപൂർവ്വം ഈ വേലയെ വരവേൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസ നേരുകയാണ്. നമ്മൾക്കറിയാം, അന്തിമഹാകാളങ്കാവ് വേലയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ചരിത്രം ചേലക്കരയ്ക്ക് എഴുതാൻ കഴിയില്ല. കഴിഞ്ഞ കാലമായാലും വർത്തമാനകാലമായാലും ഇനി വരാൻ പോകുന്ന കാലമായാലും ചേലക്കരയുടെ ഒരു വികാരമാണ് അന്തിമാളങ്കാവ് വേല. ഓരോ കുടുംബവും, ഈ തട്ടകത്തിലെ ഓരോ കുടുംബവും ഈ വേലയെ വരവേൽക്കാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞു. ഈ മഹോത്സവത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര ആചാര സമ്പന്നമാണ് അന്തിമഹാകാളൻ വേല. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ നൂറ്റാണ്ടുകളായി 5 ദേശങ്ങൾ ചേർന്ന് ഏറ്റവും മനോഹരമായി ഭക്തിപൂർവ്വം ആചരിക്കുന്ന ഒരു ഉത്സവമാണ് അന്തിമഹാകാളൻ വേല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചുരുക്കം മാത്രം കേരളത്തിൽ കാണപ്പെടുന്ന കാള എഴുന്നള്ളിപ്പാണ്. കാളവേലയാണ് പ്രധാനം. രണ്ടാമത് വെടിക്കെട്ട്. അതിൻ്റെ രണ്ടിൻ്റെയും പ്രശസ്തമായ ഒരു ചരിത്രമാണ് ഈ വേലയ്ക്കുള്ളത്. ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ഈ നാടും ദേശവും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു മഹോത്സവമാണ് അന്തിമഹാകാളൻ വേല.